ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് അടുത്തിടെ സുപ്രീം കോടതി ഒരു പ്രധാനപ്പെട്ട വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. എന്താണ് ആ വിധിയെന്നും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം പഠിക്കാം എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. കുട്ടികൾക്കാണ് ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത്. കുട്ടികൾക്കല്ല, കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ് അടുത്തിടെ സുപ്രീം കോടതി പാസാക്കിയിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. കുട്ടികളെ ഇരകളാക്കുന്ന അശ്ലീല വീഡിയോകൾ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും കൈവശം വെക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പോക്സോ നിയമത്തിലെ വകുപ്പ് 15 പ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. അപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി എന്തുമായി ബന്ധപ്പെട്ടാണ്? പോക്സോ നിയമത്തിലെ വകുപ്പ് 15മായി ബന്ധപ്പെട്ടതാണ്. കുട്ടികളെ ഇരകളാക്കുന്ന അശ്ലീല വീഡിയോകൾ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും കൈവശം വെക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമെല്ലാം പോക്സോ നിയമത്തിലെ വകുപ്പ് 15 പ്രകാരം കുറ്റകരമാണെന്നാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്. വീഡിയോകൾ സ്വന്തം ഫോണിൽ മാത്രം സൂക്ഷിച്ചു വെച്ച് കാണുന്നത് കുറ്റകരമല്ലെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ വിവാദ വിധിയെയാണ് സുപ്രീം കോടതി തിരുത്തിയത്. അപ്പോൾ അടുത്തിടെ മദ്രാസ് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. വീഡിയോകൾ സ്വന്തം ഫോണിൽ മാത്രം സൂക്ഷിച്ചു വെക്കുന്നത് കുറ്റകരമല്ല. അത് പ്രചരിപ്പിച്ചാലോ അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചാലോ മാത്രമേ അത് കുറ്റമാകൂ എന്ന രീതിയിൽ മദ്രാസ് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു. അത് ശരിയാണോ? അത് ശരിയല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ആ വിധിയെ തിരുത്തുകയാണ്. അത് തെറ്റാണ്, കൈവശം വെക്കുന്നതും തെറ്റാണ് എന്ന രീതിയിൽ പോക്സോ നിയമത്തിലെ വകുപ്പ് 15 പ്രകാരം കുറ്റകരമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, മദ്രാസ് ഹൈക്കോടതിയാണ് വീഡിയോ സ്വന്തം ഫോണിൽ മാത്രം സൂക്ഷിച്ചു വെക്കുന്നത് കുറ്റകരമല്ല എന്ന് വിധിച്ചതെന്ന് ഓർത്തിരിക്കുക. ഹൈക്കോടതിക്ക് ഗുരുതരമായ പിഴവ് പറ്റിയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വലിയൊരു പിഴവ് തന്നെയാണ്, വളരെ വലിയൊരു പിഴവിനെയാണ് സുപ്രീം കോടതി തിരുത്തിയിരിക്കുന്നത്. ഇത്തരം വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടാലുടൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ അധികൃതർക്ക് റിപ്പോർട്ട് നൽകണം. അപ്പോൾ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ വഴിയിട്ടാണ് എല്ലാം പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു അശ്ലീല വീഡിയോ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അധികൃതർക്ക് റിപ്പോർട്ട് നൽകണം. ചൂഷണം തടയാൻ സ്കൂൾ തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണം. സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണം. എന്തിനാണ്? ഇങ്ങനൊരു ചൂഷണം നടന്നാൽ ഇത് ലൈംഗികമായി അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലൊരു ചൂഷണമാണ് എന്ന് ആ കുട്ടി തിരിച്ചറിയണം. അതിന് ലൈംഗിക വിദ്യാഭ്യാസം നൽകണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ കുട്ടികൾ തന്നെയാണ് വളർന്നു വലുതാകുന്നത്. മറ്റാരെയും അവർ ഈ തരത്തിൽ ഉപയോഗിക്കാതിരിക്കാനും അവർക്ക് എന്ത് വേണം? ലൈംഗിക വിദ്യാഭ്യാസം നൽകണം. ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ അലയൻസ് സംഘടനയുടെ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് JB പർദിവാല എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി. അപ്പോൾ ഈ മദ്രാസ് ഹൈക്കോടതിയുടെ ഫോണിൽ സൂക്ഷിക്കുന്നത് കുറ്റകരമല്ല എന്ന വിധിക്കെതിരെ ഒരു സംഘടനയാണ് അപ്പീൽ പോയത് സുപ്രീം കോടതിയിലേക്ക്. ഏതാണ് ആ സംഘടന? ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻസ് അലയൻസ് എന്ന ഒരു സംഘടനയാണ് സുപ്രീം കോടതിയിൽ ഹർജിക്ക് പോയത്. അപ്പൊ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? DY ചന്ദ്രചൂഡാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തെ കൂടാതെ ജസ്റ്റിസ് JB പർദിവാലയും കൂടി അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ വിധി എന്ന് ഓർക്കുക. കുട്ടികളെ ഇരയാക്കുന്ന വീഡിയോ ആണെന്നറിഞ്ഞു വെച്ച് കാണുന്നത് കുറ്റകരം. ലിങ്ക് തുറക്കുമ്പോൾ ചൈൽഡ് പോൺ ആണെന്ന് മനസ്സിലായാൽ ക്ലോസ് ചെയ്യണം. കാണൽ തുടരുകയാണെങ്കിൽ അത് കുറ്റകരമാണ്. അപ്പോൾ ഇത് കുട്ടികളെ ഇരയാക്കുന്ന വീഡിയോ ആണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് കാണുന്നത് കുറ്റമാണ്. നമുക്കൊരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല അതിനുള്ളിൽ എന്താണുള്ളതെന്ന്. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മളത് അറിയുന്നതെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? അത് ക്ലോസ് ചെയ്യുക. അല്ലാതെ അത് കാണുന്നത് തുടരുകയാണെങ്കിൽ അതും കുറ്റകരമാണ്. ഡൗൺലോഡ് ചെയ്യാതെ കണ്ടാലും, അപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല, ചെയ്യാതെ തന്നെ നമുക്ക് കാണാനാകും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാതെ കണ്ടാലും കൈവശം സൂക്ഷിച്ചതായി കണക്കാക്കും. അപ്പോൾ കൈവശം സൂക്ഷിച്ചതായി കണക്കാക്കും ഡൗൺലോഡ് ചെയ്യാതെ കണ്ടാലും.
ഡൗൺലോഡ് ആവുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാത്തതും അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യാത്തതും കുറ്റകരമാണ്. അപ്പോൾ ഡൗൺലോഡ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിലീറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇത്തരത്തിൽ ഒരു വീഡിയോയുടെ ലിങ്ക് നമുക്ക് വന്നിട്ടുണ്ട്, ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എവിടെ നിന്നാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തു നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പായിട്ടും അത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതും എന്താണ്? കുറ്റകരമാണ്. കൂടുതൽ പേരിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് കണക്കാക്കിയാണ് ഇത് കുറ്റകരമായി മാറുന്നത്. കൂടുതൽ പേരിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ കൈവശം സൂക്ഷിച്ചത് എന്ന രീതിയിൽ നമ്മൾ കുറ്റക്കാരാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ലിങ്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? അധികൃതരെ അറിയിക്കുക. ഇത്തരം കുറ്റങ്ങൾ ആദ്യ തവണയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു തെറ്റ് ആദ്യമായിട്ട് പറ്റുമ്പോൾ ചെറിയൊരു ശിക്ഷ കൊടുക്കും. ഇവിടെ 5000 രൂപയാണ് പിഴ. 5000 രൂപ പിഴ ശിക്ഷയാണ് ആദ്യ തവണയാണ് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നതെങ്കിൽ. വീണ്ടും ആവർത്തിച്ചാൽ പിഴ ഇരട്ടിക്കും 10000 രൂപയാകും. പിഴ ഇരട്ടിക്കും 10000 രൂപയാകും. വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വിറ്റ് പണമുണ്ടാക്കാനായി സൂക്ഷിച്ചു വെക്കുന്നതും കുറ്റകരമാണ്. ഒരു ലിങ്ക് തുറക്കുന്നത് കുറ്റമാണെങ്കിൽ ഇതെല്ലാം അതിലും വലിയ കുറ്റമാണ്. വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വിറ്റ് പണമുണ്ടാക്കാനായി സൂക്ഷിച്ചു വെക്കുന്നതുമെല്ലാം കുറ്റകരമാണ്. അങ്ങനെ ഒരു കുറ്റം ചെയ്യുന്നയാൾ, അതായത് വീഡിയോകൾ പ്രദർശിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ വിറ്റ് പണമുണ്ടാക്കാൻ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന തടവ് 3 മുതൽ 5 വർഷം വരെയാണ്. 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നു. ഇത് പിന്നെയും ആവർത്തിച്ചാൽ, ഇത് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ തടവ് ശിക്ഷയുടെ കാലാവധി കൂടും. അത് 5 മുതൽ 7 വർഷം വരെയാണ്. ആവർത്തിച്ചാൽ 5 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നു. പോക്സോ നിയമത്തിൽ വേറൊന്നുകൂടി വന്നു. പോക്സോ നിയമത്തിൽ ചൈൽഡ് പോണോഗ്രഫി എന്ന വാക്ക് വേണ്ട. കോടതികൾ തീർച്ചയായും ഉപയോഗിക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ മറ്റൊരു വിധി. ഏത് വാക്കാണ് മാറ്റിയിരിക്കുന്നത്? ചൈൽഡ് പോണോഗ്രഫി എന്ന വാക്ക് ഉപയോഗിക്കരുത്, കോടതികളിൽ ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് കൂടി ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വാക്കിന് പകരം, ചൈൽഡ് പോണോഗ്രഫിക്ക് പകരം ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഏതാണ്? ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ. എന്താണ്? ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ എന്നാണ് മാറ്റേണ്ടത്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ വസ്തുക്കൾ എന്ന് പകരം ചേർക്കണം. ചൈൽഡ് പോണോഗ്രഫി എന്ന വാക്ക് മാറ്റി ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ എന്നാക്കി മാറ്റണം. ഇതിന് മൊത്തത്തിൽ ഇത് മാറണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഓർഡിനൻസ് ഒക്കെ ഇറക്കുക, ഭേദഗതികൾ കൊണ്ടുവന്ന് ഈ വാക്ക് ചൈൽഡ് പോണോഗ്രഫി എന്ന വാക്ക് മാറ്റണമെന്നാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് സുപ്രീം കോടതിയുടെ ആ സുപ്രധാന വിധി. അപ്പോൾ ഈ വിധി വന്ന സ്ഥിതിക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള മറ്റ് നിയമങ്ങൾ. ഫാക്ടറീസ് ആക്ട് 1948 ഫാക്ടറീസ് ആക്ട് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല, തൊഴിലിടങ്ങളിൽ കുട്ടികൾക്കും കൂടിയുള്ള ഒരു സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഫാക്ടറീസ് ആക്ട്. മൈൻസ് ആക്ട്, പണ്ട് മൈൻസിലൊക്കെ പണിയെടുക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടാണ് ഇത്തരം ആക്ടുകളൊക്കെ വന്നിരിക്കുന്നത്. മൈൻസ് ആക്ട് 1952. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്, ഓർത്തിരിക്കുക, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 നിലവിൽ വരുന്നത്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്. ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഹോംസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 1960. ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഹോംസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 1960. ഗർഭഛിദ്ര നിരോധന നിയമം, അതായത് നമ്മുടെ അബോഷൻ നിരോധിച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നത് 1971. ഗർഭഛിദ്ര നിരോധന നിയമം 1971. ബാലവേല നിരോധന നിയമം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ബാലവേല നിരോധന നിയമം 1986. ബാലവേല നിരോധന നിയമം 1986.
ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഓർത്തിരിക്കുക. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 നിലവിൽ വന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015. ഗോവ ചിൽഡ്രൻസ് ആക്ട്. ഗോവ ചിൽഡ്രൻസ് ആക്ട് നിലവിൽ വന്നത് 2003 ഗോവ ചിൽഡ്രൻസ് ആക്ട്. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട്, അതായത് നമ്മുടെ ബാലാവകാശ സംരക്ഷണ നിയമമാണ്. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് നിലവിൽ വന്നത് 2005. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് 2005. ബാലവിവാഹ നിരോധന ആക്ട്. ബാലവിവാഹ നിരോധന ആക്ട് 2006. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ബാലവിവാഹ നിരോധന ആക്ട് 2006. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇത്രയുമാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ. ഇനി അടുത്തത് നമ്മുടെ പോക്സോ നിയമത്തിലാണല്ലോ ഒരു മാറ്റമൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും പോക്സോയും കൂടി അറിഞ്ഞിരിക്കണം. പോക്സോ നിയമം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. പോക്സോ ആക്ട് 2012 ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി 2012 കൊണ്ടുവന്ന നിയമമാണ് പോക്സോ ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. എന്താണ് പോക്സോ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം. പോക്സോ നിയമത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടി എന്ന് പറയുമ്പോൾ അത് ആണായാലും പെണ്ണായാലും അത് കുട്ടി തന്നെയാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതി ഉറപ്പാക്കുന്ന രീതിയിലുമാണ് ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം നിർമ്മിച്ചിരിക്കുന്നത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പു നൽകുന്ന രീതിയിലാണ് നമ്മുടെ പോക്സോ നിയമം ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ളത്. കുട്ടികൾക്കെതിരായ ലൈംഗിക കൃത്യങ്ങൾക്ക് തരംതിരിച്ചുള്ള നടപടിക്രമങ്ങളും ശിക്ഷയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഒരു കുറ്റം സംഭവിച്ചാൽ അത് കുട്ടികൾക്കായിട്ടുള്ളതാണെങ്കിൽ അതിനെ തരംതിരിച്ച്, ലൈംഗിക കുറ്റകൃത്യങ്ങളാണെങ്കിൽ അതിനെയും തരംതിരിച്ചുള്ള രീതിയിൽ നടപടിക്രമങ്ങളും ശിക്ഷയും നടപ്പിലാക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നടപടിക്രമങ്ങളിൽ ശിശു സൗഹാർദ്ദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കുട്ടി സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സൗകര്യമനുസരിച്ച്, ആ കുട്ടിയുടെ മാനസിക ബലമനുസരിച്ച് ആ കുട്ടിക്ക് ഏതാണോ സൗകര്യം, ഏതാണോ ആ കുട്ടിയുടെ കംഫർട്ട് സോൺ, ആ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നടപടികൾ സ്വീകരിക്കൂ. ആ കുട്ടിയിൽ നിന്നും വിവരങ്ങൾ സ്വീകരിക്കുന്ന കാര്യമായാലും മറ്റെന്തായാലും എങ്ങനെയാണ്, ആ കുട്ടിയുടെ സൗകര്യം നോക്കി മാത്രമേ ചെയ്യൂ. അതാണ് നടപടിക്രമങ്ങളിൽ ശിശു സൗഹാർദ്ദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിനും കൂടി വേണ്ടിയാണ് പോക്സോ നിയമം. അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിചാരണയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ പോക്സോ നിയമം വന്നിരിക്കുന്നത്. പോക്സോ ആക്ട് 2012 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 പോക്സോ ആക്ട് 2012 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 ആക്ട് പ്രാബല്യത്തിൽ വന്നത് ഒരു ചിൽഡ്രൻസ് ഡേയുടെ അന്നാണ്, 2012 തന്നെയാണ്. ആക്ട് തന്നെ ആ വർഷമുണ്ട്, ഡേറ്റ് നമ്മൾ മറന്നുപോയില്ല. ചിൽഡ്രൻസ് ഡേ ആണ് നവംബർ 14. പോക്സോ ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14. കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയമാണ് വനിതാ ശിശുക്ഷേമം. പോക്സോ നിയമപ്രകാരം കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും, ഏതൊരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പോക്സോ നിയമപ്രകാരം അതൊരു കുട്ടിയാണ്. 18 വയസ്സിന് താഴെ.
അങ്ങനെയെങ്കിൽ നമ്മുടെ ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 14 വയസ്സിൽ അല്ലെങ്കിൽ 14 വയസ്സ് വരെയുള്ള 14 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഒരു പോക്സോ കുറ്റകൃത്യം ഉണ്ടായിരിക്കുകയാണ്. അത് ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാം? മാതാപിതാക്കൾക്ക് റിപ്പോർട്ട് ചെയ്യാം, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യാം, ചൈൽഡ് ലൈനിന് റിപ്പോർട്ട് ചെയ്യാം, ഡോക്ടർക്ക് ഇത് വന്ന് നമ്മൾ ഹോസ്പിറ്റലായിരിക്കും ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡോക്ടറിന് റിപ്പോർട്ട് ചെയ്യാം. ചില ഡോക്ടേഴ്സ് അത് ചെയ്യില്ല. അവർ ചെയ്യാതിരുന്നാൽ ആശുപത്രി ജീവനക്കാർക്ക് ചെയ്യാം, സ്കൂൾ അതോറിറ്റിക്ക് ചെയ്യാം, ഹോസ്റ്റൽ ജീവനക്കാർക്ക് ചെയ്യാം, അധ്യാപകർ, പൊതുപ്രവർത്തകർ, ഇവരിൽ ആർക്ക് വേണമെങ്കിലും ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ആർക്കൊക്കെയാണ്? മാതാപിതാക്കൾക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, ചൈൽഡ് ലൈൻ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, സ്കൂൾ അതോറിറ്റി തുടങ്ങി ആർക്ക് വേണമെങ്കിലും പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാം. ഇവർക്ക് മാത്രമല്ല, ഏതൊരു കുട്ടിക്കും. ഇപ്പോൾ ഒരു കുട്ടി അതിൻ്റെ അടുത്തിരിക്കുന്ന മറ്റൊരു കുട്ടിയോടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് പറയുന്നത്. ആ കുട്ടിക്ക്, അത് നടന്ന കുട്ടിക്ക് ഒരു പക്ഷേ ധൈര്യം ഉണ്ടാവില്ല അത് തുറന്നു പറയാൻ. പക്ഷേ അത് കേട്ടിരിക്കുന്ന കുട്ടിക്ക് തോന്നും ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം, ഇത് ഇങ്ങനെ ഒരു കാര്യമാണ് എന്ന് കേട്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ആ കുട്ടിക്കും അത് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏതൊരു പൊതുജനത്തിനും, ഒരു പോക്സോ കുറ്റകൃത്യം നടന്നതായി അറിയുന്ന ഏതൊരു പൊതുജനത്തിനും ഇത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത് ആർക്കെല്ലാം പരാതി നൽകാം? ഒന്നാമത് ലോക്കൽ പോലീസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം നമ്മൾ പരാതി പരിഹാരത്തിനായി എത്തുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലോക്കൽ പോലീസിൽ പരാതിപ്പെടാം. അതല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കേസ് കുറച്ചുകൂടി അറിവുള്ളവർ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് ലൈനെയോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെ വിളിക്കാം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പറാണ് ചൈൽഡ് ലൈൻ. എല്ലാവർക്കും അറിയാം, 1098 ആ നമ്പറിലേക്കും വിളിക്കാം. കുട്ടികൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ആ നമ്പർ തന്നെ നമ്മൾ അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1098 ആണ് ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ. പിന്നെ എവിടെയൊക്കെ പരാതിപ്പെടാം? സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, നമ്മുടെ ബാലാവകാശ കമ്മീഷനിൽ അറിയിക്കാം. അത് സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ നമുക്ക് വേണമെങ്കിൽ അറിയിക്കാം, അല്ലെങ്കിൽ കേന്ദ്ര ബാലാവകാശ കമ്മീഷനിൽ വേണമെങ്കിലും നമുക്ക് അറിയിക്കാം. അപ്പോൾ പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. അങ്ങനെയെങ്കിൽ ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. ഈ പോക്സോ നിയമത്തിന് 2019 ഒരു ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതിനൊപ്പം ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം 2019 ഭേദഗതി ചെയ്തു. അപ്പോൾ കുട്ടികളെ ലൈംഗികമായി അതിക്രമിക്കുന്നവർക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് പോക്സോ നിയമത്തെ ഭേദഗതി ചെയ്തത് 2019 ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി സുബിൻ ഇറാനി. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ സ്മൃതി ഇറാനിയാണ് ഈ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ഇത് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24 2019 ജൂലൈ 24 പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസാക്കിയത്. അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്, ഓർത്തിരിക്കുക. വധശിക്ഷ പോലുള്ള വ്യവസ്ഥ കൊണ്ടുവന്നത് പോക്സോ ഭേദഗതി നിയമം 2019 പ്രകാരമാണ്. പോക്സോ ഭേദഗതി ബിൽ ലോകസഭ പാസാക്കിയത്, ലോകസഭ എന്നാണ് പാസാക്കിയത്? 2019 ഓഗസ്റ്റ് 1 ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5 ഓഗസ്റ്റ് 1 ബില്ല് ലോക്സഭ പാസാക്കുന്നു. ഓഗസ്റ്റ് 5 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നു. 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി വരുത്തിയ സെക്ഷനുകൾ ഏതൊക്കെയാണ്? 2, 4, 5, 6, 9, 14, 15. ഓർത്തിരിക്കുക, 15 അന്നും ഭേദഗതി വരുത്തിയ വകുപ്പാണ്.
15, 34, 42, 45 എന്നീ സെക്ഷനുകൾക്കാണ് ഭേദഗതി വരുത്തിയത്. പോക്സോ ഭേദഗതി നിയമ ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. ഓർക്കുക, പോക്സോ ഭേദഗതി നിയമ ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആണ് രാംനാഥ് കോവിന്ദ്. 2019 ഭേദഗതിയിലൂടെയാണ് വധശിക്ഷ പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയത്. കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് പോക്സോ ഇ ബോക്സ്. അപ്പൊ എന്താണ്? കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പോക്സോ ഇ ബോക്സ്. പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് മനേകാ ഗാന്ധിയാണ്. ഇത് ആരംഭിച്ചത് 2016 ഓഗസ്റ്റ് 26-നാണ്. പോക്സോ ഇ ബോക്സ് ആരംഭിച്ചത് 2016 ഓഗസ്റ്റ് 26-നാണ്. എന്താണ് പോക്സോ ഇ ബോക്സ്? കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച കേന്ദ്ര പദ്ധതിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് മനേകാ ഗാന്ധിയാണ്. അപ്പോൾ ഇത്രയുമാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനപ്പെട്ട ആ വിധിയെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും. വരും ക്ലാസ്സുകളിൽ മറ്റ് കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്